welcome to Swayamvara Silks and Kylie Jewelers presents Funny Nights with Pearly Money. രണ്ട് പേരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ ഗിന്നസ് ഉയരങ്ങൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം ഗിന്നസ് പക്രു ആൻഡ് മലയാളികൾ ആദ്യ നോട്ടത്തിൽ തന്നെ ഐ ലവ് യു എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആരാണ് ആ കുട്ടി? സ്വീറ്റ് കുട്ടി, ക്യൂട്ട് കുട്ടി, നമ്മുടെ സ്വന്തം നമിത പ്രമോദ്. ഐ ഇൻവൈറ്റ് ബോത്ത് ഓഫ് ദം ടു ദി സ്റ്റേജ്. James Bond. ഹലോ ഹായ്. അയ്യോ ഷോ പക്രു ചേട്ടാ നമസ്കാരം. നമിത മക്കളേ, എത്ര നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ എത്ര നേരമായി അല്ലേ പേളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങൾ വിത്ത് ഡാൻസ് അല്ലേ, ഡാൻസ് വിത്ത് പടക്കവും വെടിയൊക്കെ കേട്ട് ഞാൻ വെടി പോകാൻ എവറിത്തിങ് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇത്ര വലിയ സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ രജനീകാന്ത് സാറൊക്കെ വരുമ്പോ കിട്ടുന്ന പോലത്തെ ഒരു പഞ്ച് ബലൂൺ. പാണി പാളി. ശരി, ഒരു ചാൻസ് കൂടെ തരാം. എനിക്ക് പേടിയാണ് സത്യം പറയാലോ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവാണ്. 1 2 3. ഇങ്ങനെ തുടങ്ങും. ഇനി എനിക്ക് പേടി. നഖം വെച്ച് കുത്തിയാൽ മതി മതി. അങ്ങനെ മക്കുച്ചേട്ടനെ അറിയിക്കാൻ പറ്റിയില്ല എനിക്ക്. ആക്ച്വലി എന്താന്ന് വെച്ചാല് ഐ സ്റ്റാർട്ടഡ് എ ഹോട്ടൽ. എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിറ്റ് ഒരു ഹോട്ടൽ വാങ്ങിയതാണ്. അതെ, എന്റെ ശ്രീനിഷിനെ വീട്ടിൽ വിളിക്കുന്ന പേര് രതീഷ് എന്നാണോ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഹോട്ടൽ രതീഷ്. ശ്രീനിഷിനെ ഞാൻ വിളിക്കുന്നത് അതാരോടും പറയണ്ട. ഹോട്ടൽ രതീഷ് എന്ന് ഞാൻ പേരിടാൻ കാരണം എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പഴംപൊരി ഒരു ചെറിയ സ്റ്റാൻഡേർഡ് കുറവ് വരാൻ ചാൻസ്. സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല, പഴംപൊരി രതീഷാണ് സ്റ്റാൻഡേർഡ്. രതീഷാണ് സ്റ്റാൻഡേർഡ്. എനിക്ക് അങ്ങനെ തോന്നി. ഈ ഹോട്ടൽ എങ്ങനെയാ? റൂംസ് ഒക്കെ എങ്ങനെയാണ്? റൂംസ് ഒക്കെ എല്ലാ തരത്തിലുള്ള റൂംസും ഉണ്ട്. സ്വീറ്റ് റൂം വരെ ഉണ്ട്. സ്വീറ്റ് റൂമിന്റെ പ്രത്യേകത എന്താ? അവിടെ ബെഡൊക്കെ ഉണ്ട്. മറ്റേടത്ത് പായം തലോണയും അത് നല്ല ബഡ്ജറ്റിൽ കിട്ടും. പഴംപൊരി തന്നെയായിരുന്നു നല്ലത്. പക്രു ചേട്ടാ, ഹൗസ് ലൈഫ്? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? തമിഴ് സിനിമ ചെയ്യാൻ പോകുന്നു. തമിഴ് സിനിമയോ? അതെന്താ? ഞാനും. പിന്നെന്താ, വന്നോളൂ. എന്താ ഞാൻ ഇപ്പൊ പറയാൻ പറ്റത്തില്ല, സീക്രട്ടാ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇനി തമിഴ് ഇൻഡസ്ട്രിയിൽ വിലസുന്നു. പിന്നെ ഇനി തമിഴ് പഠിച്ചായിരുന്നോ? ഉങ്ങളുടെ പേരെന്നാ? പ്യാളി. പ്രൊഡക്ഷനിലെ ആൾക്കാർ എന്താ പ്യാണി എങ്ക അങ്ങനെയാണ് ചോദിക്കുന്നത്. അന്ത പ്യാണിക്ക് ചായ കൊടുത്താക്കടാ അങ്ങനെയൊക്കെ ചോദിക്കും. അതാണ്. കുറച്ച് നാൾ കഴിയുമ്പോ ഒരു വ്യാളി. എനിക്ക് പേടിയുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഈ പേര് മാറ്റുന്നുണ്ടോ, അവിടെ ചെല്ലുമ്പോ വേറെ വല്ലതും കാർത്തിക എന്നോ അങ്ങനെ വല്ലതും പേരാക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മുഖം കൊണ്ട് നോക്കൂ, കാർത്തിക ചേരുമോ? എവിടെ? ഈ പഴംപൊരിയും രതീഷും പോലെ തന്നെയാ. അതെ, ഒരു വലിയ രഹസ്യം ഞാൻ നേരത്തെ പറഞ്ഞു. ശ്രീനിനെ ഞാൻ ബൂബു എന്നാ വിളിക്കുന്നത്. ബൂബു? മൊത്തത്തിൽ വീടി മുഴുവൻ അങ്ങനെയാണോ? ബഹളമാണോ? നമ്മളൊരു വൈൽഡ് ലവ് ആണിത്. ഞങ്ങള് കണ്ടായിരുന്നു. ഞങ്ങൾ പ്രണയിക്കുന്നൊക്കെ കണ്ടു. ആണല്ലോ. പിന്നെ പ്രണയത്തിന് കണ്ണിൽ മൂക്കും വാലും ഒന്നുമില്ല. ഇപ്പൊ ഇത്തിരി വാലുണ്ട്. അല്ല, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നേരെ നിന്നാലും നമ്മള് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ആണ്. എന്തൊക്കെ വളിപ്പുകളാ നമ്മള് പറയുന്നതന്നെ. അതുകൊണ്ടാണല്ലോ ഫണ്ണി നൈറ്റ്സ് കേട്ടോ, സീരിയസ് നൈറ്റ്സ് അല്ലല്ലോ. നമിതയ്ക്ക് എങ്ങനെയാണ് ഫസ്റ്റ് മൂവിയിലേക്ക് ചാൻസ് കിട്ടിയത്? ഫസ്റ്റ് മൂവി നമിതയ്ക്ക് ആക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ? ഇല്ല ആഗ്രഹം. പഠിക്കുന്ന കുട്ടി. നമുക്ക് നമ്മുടെ ചേച്ചിമാരിങ്ങനെ ഇരിക്കുവാണ് ആകാംക്ഷയോടെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, മൈക്ക് തരൂ എന്ന് പറയുന്ന ഫസ്റ്റ് ചേച്ചി. എന്റെ ചോദ്യം രണ്ടുപേരോടാണ്. ഈ 3 പേരിൽ 2 പേരാരാ? പക്രു ചേട്ടനും നമിത പ്രമോദും. ഓക്കെ ചോദിച്ചു.
സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? ഫ്രണ്ട് ഇൻ ദ സെൻസ് ഞാൻ ദിലീപേട്ടന്റെ മോളുണ്ട് മീനാക്ഷി. ഓക്കെ. മീനാക്ഷി നാദർഷിക്കയുടെ 2 മക്കളുണ്ട്, ഖദീജ, ആയിഷ. ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് സിസ്റ്റേഴ്സിനെ പോലെയാണ്. ഫുൾ ഹാങ് ഔട്ട് ചെയ്യുന്ന, ഷോപ്പിംഗ് അങ്ങനെയൊന്നും പോയില്ല. ഞങ്ങൾ ആരും അങ്ങനെ പുറത്തു പോകാത്തവരാണ്. എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ വരിക, കൂടുക. ഭയങ്കര മോർ ലൈക്ക് സിസ്റ്റേഴ്സ് ആണ്. പക്കുചേട്ടാ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ജയസൂര്യാണ്. മിമിക്രി വേദികളിൽ ഒരു 3-4 വർഷം ഒന്നിച്ച് എന്നെ എടുത്ത് ഒരു സഹോദരനെ പോലെ വേദികളിലൂടെ ഒക്കെ കൊണ്ടു കിടന്ന് ഞങ്ങൾ ഒരു വർഷം സ്റ്റേജിൽ ഒരു 140 പ്രോഗ്രാം വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 140 പ്രോഗ്രാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു സാധനം, ഒരു ഫൺ ആയിട്ടൊരു സാധനം. ഓക്കെ, ഇവിടെ ഭയങ്കര ടെക്നോളജിയാണ്. ഞാൻ ചിന്തിക്കുന്നു അത് ഇവിടെ വരുന്നു. ഞാനൊരു ക്ലിപ്പിംഗ് ഇട്ട് കാണിക്കാം, പക്രുചേട്ടന് വേണ്ടി ഒരു സാധനം ഇട്ട് കാണിക്കാം. അത് കാണുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത് എന്നുള്ളത് ഓഡിയൻസിനോട് പറയാം. മനസ്സിൽ കാണുവാണ് ഞാൻ. വന്നു. യെസ്, പോസ്റ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആദ്യം ചെറുതായിട്ടൊന്ന് കരഞ്ഞു, ഇപ്പൊ സൂപ്പർ സ്റ്റാർ. പാടനെ പറ്റി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പത്രമാധ്യമത്തിലൂടെ ആണെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം ഈ കുട്ടി ഓസ്ട്രേലിയയിലുള്ള ഒരു കുട്ടിയാണ്, 7 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയാണ്. കുള്ളൻ എന്ന് വിളിച്ച് വല്ലാതെ പരിഹസിക്കുന്നു, അവനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് കരഞ്ഞ് എന്നെ നിങ്ങൾക്കൊന്ന് കൊന്നു തരാമോ എന്ന് പറഞ്ഞ് അമ്മയോട് സങ്കടപ്പെടുന്ന ഒരു വീഡിയോ. നമ്മൾ ഇത്രയൊക്കെ മുന്നേറിയെന്ന് പറഞ്ഞാലും ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ് കളിയാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു ലോകത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതങ്ങനെ സ്പ്രെഡായി അത് വൈറലായി. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തേക്കും വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു 2 വരിയാണ് കുറിച്ചത് ഇത്രേ ഉള്ളൂ: മോനെ, നീ കരയണ്ട, നിന്നെ പോലെ തന്നെ ഞാനും ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. നീ ഒരിക്കലും ഇങ്ങനെ വിഷമിക്കരുത്, നീ വിഷമിച്ചാൽ നിന്റെ അമ്മ കരയും. അപ്പം നിന്റെ അമ്മ കരയുമ്പോൾ അത് അമ്മയാണ് ലോകത്തിന്റെ മുമ്പിൽ തോൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഇളയരാജയിലെ ഒരു പാട്ടിന്റെ ഒരു 2 വരി കൂടി പറഞ്ഞു. ഊതിയാൽ അണയില്ല ഉലയിലെ തീ, ഉള്ളാലെ എരിയുന്നു ഉലയിലെ തീ എന്ന് പറഞ്ഞിട്ട് ഒരു 2 വരി. ആ വരി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതും കുറിച്ചു. ഊതിയാൽ അണയില്ല ഉലയിലെ തീ. ഓസ്ട്രേലിയയിൽ ഇതൊരു ന്യൂസ് പേപ്പറിൽ പക്രുചേട്ടൻ്റെ ഈ ഒരു പോസ്റ്റ് അവിടെ ന്യൂസായി. അവിടെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഹൈ ഫൈവ്. സൂപ്പർ. ഇനി നമുക്ക് അടുത്ത പിക്ചർ ഞാൻ ഇടാൻ പോകുന്നത് നമിതയ്ക്ക് വേണ്ടിയാണ്. മനസ്സിൽ കാണട്ടെ. സബ് ജൂനിയർ ഫസ്റ്റ്, നമിത പ്രമോദ് 3rd A. ഞാൻ ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷന് പങ്കെടുത്താണ്, സ്മൈലിംഗ് കോൺടെസ്റ്റ്. അതിന് എനിക്കന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് ഈ ചിരിക്കാണോ ഫസ്റ്റ് പ്രൈസ്? അതില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ചിരി എനിക്ക് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? നമിത പ്രമോദ്, അപ്പൊ ഇങ്ങനെ വരണം. അന്ന് ഇത്രയും സ്റ്റൈൽ ഒന്നും ഇല്ലല്ലോ. അല്ല, കൊച്ചല്ലേ, അന്നും ഇന്നും ഒക്കെ ഞാൻ നടക്കുന്ന ഒരുപോലെയാണ്. അവിടെ നിന്ന് നടന്നു വരൂ കുഞ്ഞ്. അവിടെ എന്താ മോളെ, നിന്നെ ഞാൻ നിർത്താൻ പഠിപ്പിച്ചതല്ലേ? അവിടെ നിൽക്കൂ. സാറാണ് ജഡ്ജ്. ഞാനാ ക്ലാസ് ടീച്ചർ. കുട്ടിയെ വിളിക്കട്ടെ? മോളെ നമിതേ, അവിടെ പോയി നില്ലേ, എന്ത് കാണിക്കുന്നത്? അവിടെ പോയി നിൽക്കാം. ഇത് അമ്മ പ്രത്യേകം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പോയി സ്റ്റേജിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കാരം പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങനെ പോവാളൂ. ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ശരിക്കും ഞാനൊക്കെ ഈ ഇതിന് പേര് കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് പറയാണ്, എനിക്ക് ഭയങ്കര ചുരുണ്ട മുടി ഉള്ളതുകൊണ്ട് ചെറുപ്പം പോലെ എന്നെ എല്ലാവരും കളിയാക്കി. ആക്ച്വലി ഞാൻ ഈ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഡാൻസിനൊക്കെ പേര് കൊടുത്താ ആ ടീച്ചർ എൻ്റെ പേര് വെട്ടിക്കളയുന്നേ. ഈ ദീപാരാധനയ്ക്കൊക്കെ ഞാൻ പേര് കൊടുത്താ അതെ അയ്യേ പേളിയാ. ഞാൻ ശരിക്കും എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിഷമമാവാണ്. സോ എൻ്റെ മുടി അന്ന് ഭയങ്കര പിപ്പിരിവരി എന്നുള്ള മുടിയാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ടല്ല ദേവി മുടി തന്നെ. ഐ തിങ്ക് ടിൽ അറൌണ്ട് 5th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് വരെ എന്നെ ഇങ്ങനെ പേളി വേണ്ട, ഇവർക്ക് വേണ്ടത് നല്ല നീണ്ട മുടിയുള്ള നമിതേനെ പോലത്തെ പെൺകുട്ടികൾ. ഞാൻ പിന്നെ തനിയെ ബ്രേക്ക് ഡാൻസിലേക്ക് പോകാൻ തുടങ്ങി.
പിന്നെ ഫുൾ ബ്രേക്ക് ഡാൻസ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോയത്. അപ്പം എന്റെ അടുത്ത് റെഡി പറയൂ. ഓക്കെ, നിങ്ങൾ പറ ആരുടെ ശരിയാന്നല്ലെന്ന്. ഓക്കെ, ചേട്ടൻ സ്റ്റാർട്ട് പറയൂ. സ്റ്റാർട്ട്. ചിരി ഓക്കെയാണ്. ഇത് ബോളിവുഡ് ചിരിയാ. എല്ലാവർക്കും ബോളിവുഡിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വരയുണ്ട്. ബോളിവുഡിൽ വരുമ്പോ ഇപ്പം എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് 2 വര അങ്ങോട്ട് വരിക്കും. പക്ഷെ ഞാനേ ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മുഖം. ഈ താഴേന്ന് നോക്കുമ്പോ എങ്ങനെന്താ തോന്നുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്താ സ്വീറ്റ് റൂം ഒന്നും തരത്തില്ല, മറ്റേ പായുള്ള റൂം തരും. വേണ്ട, എനിക്കൊരു തലാണ തന്നാ മതി. അതെനിക്ക് ബെഡല്ലേ. എന്ത് വേണേലും പറയാം. ചില നല്ല ഭംഗിയുള്ള മീനുകളെ ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കുമ്പോ പോലും ഇങ്ങനെ നിൽക്കുന്നേ. വൈ ശരിക്കുള്ള പുഞ്ചിരി എങ്ങനെയാ? ഇതല്ലേ നല്ലത് അല്ലേ? പിന്നെ തുറന്ന ചിരി. എന്തായാലും ഈ ഒരു ഫോട്ടോയിൽ ഇത്രയും ഒളുങ്ങി കിടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്ത ഫോട്ടോ പക്രുചേട്ടൻ. ഫോട്ടോ ഇപ്പൊ ഇതൊന്നും അല്ല ആള്, ഇപ്പൊ നേരെ ഇരട്ടിയായി. ആണോ? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആണല്ലേ? ഇപ്പൊ എന്റെ ചേച്ചിയാണ്. കുറുമ്പിയാണോ? കുറുമ്പിയൊന്നുമല്ല, ഭയങ്കര പക്വതയൊക്കെ. എനിക്ക് തോന്നുന്നു സിനിമയോടൊക്കെ ഭയങ്കര കാര്യമാണ്. ഡാൻസ് ഒക്കെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നു. വരയുണ്ട്. അപ്പൊ ഈ സിനിമയിൽ വരാനാണോ താല്പര്യം? സിനിമയിൽ ഡയറക്ഷൻ എന്നൊക്കെയാ പറയുന്നത്. ഡയറക്ഷനാണ് താല്പര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്രയും നേരം വന്നു, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചു, ഇതൊക്കെ ചെയ്തു. ഇനി നമുക്ക് ചൂട് പഴംപൊരിയും ചായയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോനു, പഴംപൊരി എടുത്ത് വെക്കടാ. അതെ, മുഹൂർത്തം 10:30 തന്നെ. നിങ്ങൾ എന്തിനാ അമ്പലത്തിനടുത്തേക്ക് പോയത്? ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഹോട്ടൽ രതീഷ്. പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന്. അതുകൊണ്ട് അവരിവിടെ റൂം എടുത്തു. ചെറുക്കൻ വീട്ടുകാരായ നമ്മളിവിടെ തന്നെ റൂം എടുത്തു. അച്ഛാ, എങ്ങനെയുണ്ടാ എന്റെ കല്യാണ ചെറുക്കന്റെ വേഷം? അടിപൊളിയായിട്ട്. അടിപൊളിയുണ്ടോ? പിന്നെ ഒരു കാര്യം, കണ്ട ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടുപോലെ കിടന്ന് വിരകിയേക്കരുത്. അതൊന്നും അപ്പ അങ്ങനെ പറഞ്ഞേ. 10-25 വീട് കയറി ഇറങ്ങിയിട്ടാണ് നിനക്ക് ഈ ഒരു കല്യാണം ഞാൻ ഒപ്പിച്ചത്. അതൊക്കെ നിന്റെ ചേട്ടൻ, അവൻ എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവനൊരൊറ്റ വീട്ടിൽ കയറിയുള്ളൂ. അന്ന് രാത്രി തന്നെ നാട്ടുകാർ പിടിച്ചു പോക്കി പെണ്ണുമ്പിള്ളേനെ തലയിലാങ് വെച്ചു കൊടുക്കും. ഹണിമൂണൊക്കെ നീ എവിടെയാ പ്ലാൻ ചെയ്തത്? ഹണിമൂൺ എന്ന് പറഞ്ഞു പറയടാ, അറിയട്ടെ. അല്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതിനാ അങ്ങനെ വെച്ചാ മുത്തച്ഛൻ കിടന്ന് ഭയങ്കര വാശിയാ. ആന ഹണിമൂണിന് നിന്റെ കൂടെ പോരണോന്ന് അങ്ങേർക്ക്. എന്റെ കൂടെയോ? അങ്ങനെയാണ് അച്ഛാ. നമുക്ക് ഹണിമൂണ് നമുക്ക് വർക്കല പാവനാശത്തോ അല്ലെങ്കിൽ ആലുവ മണപ്പുറത്തോ വെച്ചാൽ നടത്താലോ. ഇതെന്താ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ മുത്തച്ഛൻ അവിടെ ഇട്ട് തന്നെ കത്തിച്ചിട്ടേ അസ്ഥി അവിടെ അങ്ങ് ഒഴുക്കി അങ്ങ് വിടാലോ. പെണ്ണ് വരണ്ട്. 1.5 അടിക്ക കൈയും കാലും വരച്ചിട്ടാ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം. നാണം കാരണം കാലുകൊണ്ട് കളം വരയ്ക്കുകയല്ലേ? കളം വരച്ചതല്ല, അവിടുന്ന് ഇവിടെ നടന്നു വന്നപ്പോഴേ കാലിലെന്തോ പറ്റി, അത് തുടച്ചു കളഞ്ഞതാ. പെണ്ണ് കണ്ടതിന് ശേഷേ ഇതുപോലെ ഒന്ന് അടുത്ത് കിട്ടാനും സംസാരിക്കാനും എന്തിനേറെ പറയുന്നു, ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റിയില്ല. ഈ വെട്ടാൻ പോകുന്ന പോത്തിനെ കുറിച്ച്, വെട്ടാൻ പോത്തല്ല, കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എന്താണ് മോളുടെ സങ്കല്പം? ഡിറ്റി ഇനിയിപ്പൊ സങ്കല്പിച്ചിട്ട് എന്താ ചേട്ടാ, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ. അങ്ങനെ കുറച്ചൊരു മുന വെച്ച് സംസാരിച്ചാൽ മുന എൻ്റെ ചങ്കത്തോട്ടെ കൊണ്ടേ നമ്മൾ രണ്ടും ഒന്നായി. ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുറേ ശീലങ്ങളുണ്ട്. എല്ലാവർക്കും ശുണ്ടിയുണ്ട്, പക്ഷെ എനിക്ക് മൂക്കത്താ ചുണ്ടി. അതുകൊണ്ട് എനിക്ക് ശുണ്ടി വന്നാൽ, അങ്ങനെ ഇങ്ങനെ വരില്ല, ശുണ്ടി അഥവാ വന്നാൽ ആടിക്ക് മോകളെ വേപ്പിയാ മാറി. തല്ലോ താൻ തല്ലു എന്നെ, താൻ തല്ലോടെ എന്നെ. സക്സസ്! ഞാൻ ഇത്രയും വർഷം ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ മുൻചുണ്ടി
കൊച്ചിന്റെ മുമ്പിൽ വെച്ച് ഞാൻ മടക്കി. ആഹാ കൊള്ളാലോ. നമ്മളെ ജീവിതത്തിലേക്ക് കടന്നില്ല, അതിക്ക് മുമ്പ് എൻ്റെ ഉള്ളിലെ എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞു അല്ലടി കള്ളി. നിന്റെ അച്ഛനെ എന്തോ ചുമന്നുകൊണ്ട് വരണ്ട്. നീ എൻ്റെ തലയിലായ പോലെ ഇനി ആ സാധനവും എൻ്റെ തലയിലാവും. അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം. എന്തിട്ടാണ് അവസാനം കല്യാണം ദിവസം ഫ്രിഡ്ജ് മറിഞ്ഞ് വീണ് അച്ഛൻ ചത്തെന്ന് അറിയണം. അമ്മവാ, ഈ കല്യാണം മിക്കവാറും നടക്കാൻ ചാൻസ് കുറവ്. അനന്തരം വരുന്നത് എടാ, എന്നെ ആരാണ്ടോ കല്യാണം വിളിച്ചേ. എന്നെ വിളിക്കാണ്ടും വരാൻ എനിക്കറിയാം അമ്മാവാ, മനസ്സിലായില്ലേ? എനിക്കിപ്പോ 10 രൂപ പണിക്ക് പോയി കഴിഞ്ഞാൽ 45 രൂപ കിട്ടും. അതുകൊണ്ട് അന്തസ്സായിട്ട് എന്റെ കുടുംബം നോക്കാൻ എനിക്ക് കഴിയണ്ടല്ലേ. പക്ഷെ അമ്മാവന്റെ സഞ്ജയനോട് നടക്കുമ്പോൾ പറഞ്ഞിട്ട് ശരിയല്ല, ഒരു മരുമോനെ സ്ഥിതിക്ക്. സഞ്ജയനോ? വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അതിമോഹമാണ് മോനെ, അതിമോഹം. എന്റെ അച്ഛന്റെ ചീതകത്തിന്റെ കാലം വരെ തനിക്ക് ആയുസുണ്ടാകുന്ന അതിമോഹം. അത് തെറ്റാണെന്നുള്ള യാറിനെത്തുമ്പോ എന്റെ വീട്ടിലേക്ക് പോവാ. എന്റെ അച്ഛന്റെ കാലിൽ 1 2 നഖം വെട്ടി തരാൻ ഞാൻ വീട്ടിൽ വെച്ച് കത്തിച്ച് ആശീർക്കാം നല്ലോണം. എനിക്ക് അന്തസ്സായിട്ട് കയറിയ എന്നോടൊരു ബഹുമാനപൂർവ്വം പറയാം, ഒന്ന് പോയിട്ട്. അമ്മാവ് ഞാൻ മുടക്കാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മാവനിപ്പോൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഷാജഹാന്റെ കൊച്ചിൻ്റെ 28 രൂപ നല്ല ബിരിയാണി ഇട്ടോണം. നിങ്ങളിത് എവിടെയായിരുന്നു? രാവിലെ മുതൽ ഈ റൂം മൊത്തം ഞാൻ നോക്കിയത് കണ്ടില്ല. എവിടെ പോയി? ഞാനിതാ ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന്റെ തിരക്കിലേ. കാരണവന്മാരെന്ന നിലയ്ക്ക് നമ്മൾ ഇതുവരെ മറ്റേ കാര്യമൊന്നും സംസാരിച്ചില്ല. നിങ്ങൾക്ക് ഉളുപ്പില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മളിതുവരെ ആ ശ്രീധനക്കാര്യം ഒന്നും സംസാരിച്ചില്ല. അതാണ് ഞാൻ എനിക്കുള്ളതല്ല എന്റെ മോക്കുള്ളത്. എന്നാലും അത് എനിക്കുള്ളത് എന്താണെന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ദൈവാധീനം കൊണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ആകെ ഉള്ളത് അത് മുണ്ടു ഈ ജുബി മാത്രമേ ഉള്ളൂ. നല്ലൊന്നാന്തര ചെറുക്കനെ ഞാൻ കെട്ടിക്കാൻ തന്നിട്ടേ ഒന്നുമില്ലാന്ന് കേക്കില്ലേ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞ ശരിക്കും പറഞ്ഞ് നമ്മുടെ മെസ്സിയില്ലേ, മെസ്സിക്ക് അവിടെ ഗോൾ പോസ്റ്റ് ഇരുന്ന് ഒരു ഗോൾ അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട് അടിച്ച് പുള്ളിക്ക് പുള്ളി കാശിട്ടു. പക്ഷെ കുഞ്ഞപ്പ ചേട്ടന് വെള്ളത്തിൽ ചാടിയിട്ട് ചെളി കുത്തിപ്പിക്ക് കരക്കിയിട്ട് മാത്രമേ പുള്ളിക്ക് പുള്ളിയുടെ പൈസ കിട്ടുള്ളൂ, മനസ്സിലായി? ഏതാണോ ഇത്? ഓന്റെ ഐസി മോട്ടറൊക്കെ കത്തിയാ നിങ്ങൾ ഓനോട് വർത്താനം പറയാൻ നിൽക്കുക. എന്റെ ചെറുക്കന് മാന്യമായ സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ താൻ അതിനെ വല്ല പുഴയിലോ കായലോ ഒഴുക്കാൻ നോക്കണം. പല്ല് കടിക്കണം, അല്ല, അച്ഛൻ ഇപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഭാഗത്ത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നിർത്തി. നിങ്ങൾ ഈ ഡീറ്റെയിൽ സൗണ്ട് പോലെ അങ്ങനെ സറൗണ്ടിൽ കറങ്ങി പറഞ്ഞ അച്ഛനൊന്നും മനസ്സിലാവില്ല. വേണ്ട. അതെ, എന്റെ മോളും മരുമോനും അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർ നഷ്ടത്തിലുള്ളവരാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? കുറെ നേരം എന്ത് ബഹളം അത്? ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഗസ്റ്റ് ഒക്കെ വരാനുള്ളതാണ്. ചേട്ടന് എന്തോ അല്ലേ ശരിയല്ലേ? എനിക്കിവിടെ വൃത്തിയാക്കണ്ട, ഇവിടെ വിസിറ്റഡ് ഗസ്റ്റ് ഒക്കെ വരാനുള്ളതാണ്. ഞങ്ങൾ പോയിക്കോളാം. ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചൊറിഞ്ഞ പക്ഷെ മാന്തരുത്. ഇത്രയും മറക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിൽ തട്ടി ഇത്രയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോരം ഫാൻസ് ഉണ്ടാവും. അതിൽ ഒരു ഫാനിനെ ഞങ്ങൾ കൊണ്ടുവരാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് ഗോകുൽ. ലെറ്റ്സ് ഇൻവൈറ്റ് ഗോകുൽ. പിന്നെ ഇത്ര സ്നേഹം കാണിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഇടിക്കുകയാണ് ഇപ്പൊ കാണിച്ചത് ചേട്ടനെ. ഇത്രയും കുഞ്ഞു ശരീരം വെച്ച് ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തി എൻ്റെ ചേട്ടനെ ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റാതെ. ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടമല്ല. എന്താണ് ലൈഫിൽ ഇമ്പാക്ട് ചെയ്തൊരു ഏത് സിനിമയാണ് അല്ലെങ്കിൽ എന്ത് കണ്ടപ്പോഴാണ് ഇത്രയും ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായത്? ചോദിക്കാണ്ട് ഇളയരാജ തന്നെയാണ്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ്
ഓക്കെ. സൊസൈറ്റിക്ക് ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അത്. എന്നിട്ട് ഇന്ന് നേരിട്ട് കണ്ടപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതാ ഇടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗോകുൽ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗോകുൽ വിളിച്ചിട്ടുണ്ടോ? പേര് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറഞ്ഞ പോലെ ഓർമ്മയുണ്ട്. ഫോൺ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു, പക്ഷെ ചേട്ടൻ ആലോചിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സൗണ്ട് അങ്ങ് പുറത്തേക്ക് വരുന്നില്ല. ആ സത്യം. അപ്പൊ വിളിച്ചിട്ട് നീ എവിടെയാണോ അവൻ? സ്ഥലം എവിടെ? ഗോകുൽ എവിടെ സ്ഥലം? ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഒരാളെയും കൂടെ വിളിക്കാനുണ്ട്. നമിതയുടെ ഒരു ഭയങ്കര ഒരു ഫാൻ ഇവിടെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഇൻവൈറ്റ് മനു ശിവ. ഞാൻ തേടും പൊൻതാരം കൺമുന്നിൽ മങ്ങായം കോഴി കൈയിട്ട് മനു എന്നാ പേര്. അതിന് ഒന്ന് കാണാനായിട്ടൊരു അവസരം കിട്ടി. കണ്ടോളൂ. ഇപ്പൊ എക്സൈറ്റ് കാരണം കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീട് എവിടെയാ? എന്റെ വീട് കണ്ണൂരാ. കണ്ണൂരാണ്. പറയൂ, എന്താണ് നമിതനെ കുറിച്ച് പറയാനുള്ളത്? വൈ ഡു യു ലൈക്ക് ഹർ സോ മച്ച്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമിയുടെ സൗണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും സുന്ദരിയായിട്ട് നമിയെ കണ്ടതും പുതിയ തീരങ്ങളും. ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. എന്റെ പൊന്നോ, പക്രുചേട്ടന് വല്ല നിക്നെയിം വെക്ക്, വേഗം വെക്ക്. പക്രി. നമീനൊക്കെ അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിടുക. എന്താ പേരുന്നത്? പക്കേട്ടൻ. 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 സ്വന്തം പക്കേട്ടൻ. എടാ, എന്നെ സ്നേഹിക്കുന്ന പെൺപിള്ളേരൊക്കെ ഇവിടെ ഉള്ള കേട്ടോ. കുറച്ച് നല്ല പേരുണ്ട്. ഇപ്പൊ എന്റെ ഫാൻ എനിക്ക് എന്ത് പേരായിരിക്കും? പേളിക്ക് എന്തായിരിക്കും നിക്നെയിം ആയിട്ട്? വേണ്ട, അങ്ങനെ വേണ്ട. പക്രുചേട്ടൻ പറഞ്ഞാൽ മതി. മിനിക്കുട്ടി. മിനിക്കുട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. മിനിക്കുട്ടി. എനിക്ക് മറ്റേ പഴയ ഓട്ടോ ഒക്കെ ഓർമ്മ വരുന്നു. മിനിക്കുട്ടി. അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ നിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള മലയാളം പേരുകളെ വരുള്ളൂ. ശരിക്കും ഭയങ്കര ചെല്ല, ഭയങ്കര മലയാളിയാണല്ലേ മനസ്സിൽ. ഈ ബൂബു ബാബ എന്നൊന്നും വരില്ല. അതിനകത്തൊരു DJ കിടപ്പുണ്ട്, ഒരു യോയോ. അതുണ്ട്. നമിയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അദ്ദേഹം വന്ന് കയറിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചോക്കാൻ തുടങ്ങി. ആ എക്സൈറ്റ്മെന്റ് കൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതലും നാടൻ വേഷങ്ങൾ ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. പുതിയ തീരങ്ങൾക്കകത്ത വേഷം എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ. പിന്നെ ജനീനെ ഇഷ്ടമാണ്. അമറപ്പുറം അന്തോണിക്കകത്ത് ജനീനെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടു പോയി. നമീനെ എന്തെങ്കിലും നേരിട്ടാണെങ്കിൽ എനിക്കിത് പറഞ്ഞേ പറ്റൂ എന്ന് വിചാരിച്ചു. നമീനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ അടുത്ത് പോയി സംസാരിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? മാർഗം കളി എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. അതെ, അടുക്കാനൊരു മാർഗം ഇല്ലായിരുന്നു. ഇല്ല, അകന്ന് നിന്ന് കാണുമ്പോഴാ അതിനൊരു സ്നേഹം കൂടുതൽ കിട്ടുക. അടുത്ത് വരുമ്പോ ആ സ്നേഹം എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞാലും. എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റത്തില്ല. ഓക്കെ, ചെറിയ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാണ്. സെഗ്മെന്റിന്റെ പേരാണ് ചോയ്ച്ചു പോവാം. എന്താണ്? നമുക്ക് ചോദിച്ചു പോവാം. നമസ്കാരം. യശ്വന്ത് സഹായി ഫാനാണ്. ഫാൻ ഷർട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഓഹോ, ശരി. അതെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ? ഓക്കെ. ഞങ്ങളുടെ മാഡം ചെറിയ മാഡം ഒന്നുമല്ല. ആള് ഒരുപാടിരുന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് രാത്രികൾ പകലുകളാക്കി പഴംപൊരിയും ഉള്ളിച്ചമ്മന്തിയും കൂട്ടി കഴിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയ ചോദ്യങ്ങളാണത്. ഓക്കെ, ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ ഉള്ളത് ഒരു ഗ്ലാസ് നിറച്ചും ഇതിൽ തോക്കുന്ന ആള് കുടിക്കും. ആ കുപ്പിക്കകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? നത്തിങ് ബട്ട് ഓർഗാനിക് ആയിട്ട് ഞങ്ങൾ ജൈവ വളമൊക്കെ ഇട്ട് വളർത്തിയ നല്ല പച്ചക്കളർ പാവയ്ക്ക ജ്യൂസ്. പാവയ്ക്ക ജ്യൂസ്. ഇതൊരു ഭയങ്കര ഒരു ചിന്തിച്ച് പറയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഞാൻ പക്രുചേട്ടനോട് ചോദിക്കാം. കല്യാണത്തിന് ആദ്യം പൂമാല ഇടുന്നത് ആരാണ്? പൂക്കടക്കാരൻ. ഇത് മൊത്തം നീ കുടിക്കേണ്ടി വരുമെന്ന്. ഓക്കെ പക്രുചേട്ടാ, അപ്പൊ സുല്ലാണോ പാസ് ചെയ്യണോ? ആരാണ് ഫസ്റ്റ് ഇടുന്നത്? അളിയൻ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്, അളിയനാണ്. ബിക്കോസ് നിങ്ങൾ കേറി വരുമ്പോ അളിയനാണ് രണ്ടുപേർക്കും പൂമാല ഇടുന്നത്. ഇവർക്ക് 1, ഇവർക്ക് എത്രയാണ്? 0. നിങ്ങൾ രണ്ടുപേരും മരുഭൂമിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കണ്ണെത്താ ദൂരം വരെ വെറും റോഡ് മാത്രം, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു പെട്ടിയും ഒരു കത്തിയും മാത്രം. അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? കത്തിയുണ്ട്, ഒരു പെട്ടിയുണ്ട്.
ഞാൻ ഇത് ഇവരോടാ ചോദിച്ചോ. ചോദിക്കുന്നത്. ഇവര് പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറയാം. മരുഭൂമി കുറച്ച് കഴിയുമ്പോ ടിക് ടിക് പറഞ്ഞോ. അധികം സമയമൊന്നും കൊടുക്കണ്ട. ഓക്കെ ठीक है मैम. ठीक है. 1 2 3 4 5 6 7 8 9 10. അതൊക്കെ പറഞ്ഞോളൂ. പാസ് നമുക്ക് അറിഞ്ഞൂടാ. പാസ് ക്യാ ക്യാ യേ ക്യാ ഹേ. ഞാൻ ആ കത്തി വെച്ച് പിന്നെ കുത്തിയിട്ട് പെട്ടിക്കകത്തിട്ട് അടച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകും? സത്യം പറയട്ടെ, നിങ്ങൾ ഓൾമോസ്റ്റ് അവിടെ വരെ എത്തി. പക്ഷെ കുത്തേണ്ടത് ഇവനല്ലായിരുന്നു. അല്ല എന്തായാലും ഇത് ഉണ്ടാക്കി നമ്മൾ തന്നെയല്ലേ അതിന്റെ മറുപടിയും കൂടെ പറയാം. കത്തി വെച്ച് കുത്തിന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയും? ഞാൻ പറയട്ടെ, കത്തി കൊണ്ട് ഒരു സാധനത്തിന് കുത്തും. അത് ഏതിനെയാണ്? പെട്ടിക്കിട്ട് കുത്തണം. പെട്ടിക്ക് കുത്തിയാൽ ആ പെട്ടിക്ക് എന്ത് പറ്റും? തൊള വീഴും. വേറൊരു വാക്കുണ്ട്, സുഷിരം. മിണ്ടരുത്. ഏതോട്ടോ? പെട്ടിയോട്ടോ. അപ്പൊ പെട്ടിയോട്ടോ. അയ്യോ എന്റെ അമ്മേ, മരിക്കുന്നേ. ഉത്തരം കിട്ടിയോ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ മരുഭൂമിയിൽ ഞാൻ രക്ഷപ്പെടുന്നില്ല. ഉത്തരം കിട്ടി. കുട്ടിയുടെ പേര് മല അല്ല, സോറി, പെട്ടി ഓട്ടോയിൽ കയറി ഓടി ഓട്ട. ഇത് 1-1 ഈക്വൽ. അളിയന്റെ കേസിലൊക്കെ കുറച്ച് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് വളരെ ഇന്റലിജന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് നായകനായ അഭിനയിച്ച ചിത്രം പോക്കുയിലാണോ? Which year? ഓർമ്മയുണ്ടോ? അത് 1982. Correct. 82. അത് ആവശ്യ ക്വസ്റ്റ്യൻ അതില്ല എങ്കിലും കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് 1, ഇവർക്ക് 2. ഇനി നമ്മുടെ കണ്ണിനെ പഴഞ്ചനാണെന്ന് പറയാൻ കാരണം എന്ത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പഴഞ്ചൻ അവയവം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയോ? ചേട്ടൻ വല്ലതും കിട്ടിയോ? ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഒരു പഴഞ്ചൻ അവയവമാണെന്നാണ് കണ്ണിനെ പറയുന്നത്. ഇതിന് കാരണം എന്തായിരിക്കും? കണ്ണിനെ ഐ എന്ന് പറയുമ്പോ ഐ ഒന്നല്ല. കൺമണിയാണോ? മണി അല്ല. മണി പഴയതാവില്ലല്ലോ. ഞാനൊരു ക്ലൂ തരാം. ഇതിന്റെ കളേഴ്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട്. കളേഴ്സ് ഈ അവയവത്തിന്റെ കളറായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻസർ ഇനി ഫ്രെയിം ചെയ്ത് പറയൂ. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കണ്ണിന്റെ കളർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പഴയത്, ഓൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടനോടാണ്. ഏത് സ്റ്റേറ്റിലാണ് യമുന നദി ഉള്ളത്? ഏത് സ്റ്റേറ്റിലാണ് യമുന നദി ഉള്ളത്? ഉത്തർപ്രദേശ്. അത്രയും ചാടൊന്നും ആവശ്യമില്ല. വളരെ ചീപ്പായിട്ട് ചിന്തിച്ചാൽ മതി. ഗൂഗിൾ വേണോ? ഗൂഗിളിലൊന്നും ഇല്ല. ഇങ്ങനത്തെ ആൻസേഴ്സ് ഒക്കെ എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ പറയട്ടെ ആൻസർ. ഒരു ക്ലൂ. അവർക്ക് പറയണം. ഇതിൽ കെമിസ്ട്രി ഉണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ്. ഓ മൈ ഗോഡ്, ഈ കുട്ടി ശരിക്കും പഠിച്ച് പാസ്സായ കുട്ടിയാട്ടോ. ഏതിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. അത്രയും അറിവ് എനിക്കില്ല. ഞങ്ങളുടെ സിലബസ് വേറെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. വാഹനമിടിച്ച് പരിക്കേറ്റ യുവതിയോട് പോലീസ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഇത് കേസാക്കണോ അതോ വെറുതെ വിട്ടാ മതിയോ? ഈ 2 ചോദ്യത്തിനും ഒരൊറ്റ വാക്കിൽ ആ സ്ത്രീ ആൻസർ പറഞ്ഞു. എന്തായിരിക്കും ആ സ്ത്രീ ഒരൊറ്റ ആൻസറിൽ പറഞ്ഞത്? കേസാക്കണോ, ഒത്തുതീർപ്പാക്കണോ, പേരെന്താണ്? പാസ്. പേര് എന്താണോ? പാസ്സാണോ? പാസ്സാണോ? പാസ്. കുട്ടിയുടെ പേരെന്താണ്? കേസ് സുമതി. ഇത് കേസാക്കണോ? കേസ് സുമതി. ഇത് ഒത്തുതീർപ്പാക്കണോ? നോ, കേസ് സുമതി. 3-2. ഇപ്പോഴും നിങ്ങൾ 2. വാട്ട് എ പിറ്റിഫുൾ കണ്ടീഷൻ. സത്യം പറയാലോ, നിങ്ങൾ ജയിക്കേണ്ടതാ. ഇവൻ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം. അതുകൊണ്ട് അവന്റെ ആവേശ് കുമാർ എന്ന് അവന്റെ പേര് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാൻ വരുന്നില്ല. നിനക്ക് ഒരു ചെറിയ സമാധാനമുള്ളൂ. ചേട്ടൻ തന്നെ നന്നായിട്ട് ഇതല്ല ഇവൻ തന്നെ കുടിച്ചോളൂ. പകുതിയൊന്നുമില്ല, മൊത്തം നീ കുടിക്കണം. ചേട്ടത് മൊത്തം കുടിപ്പിക്കണം. ബിക്കോസ് ഒരു സെലിബ്രിറ്റി ജയിക്കേണ്ടത്. ഒരു ആൻസർ എങ്കിലും നീ പറയണായിരുന്നു. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു. എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. ഈസി ആയിട്ട് കുടിക്കുന്നുണ്ട്. ഇവൻ സ്ഥിരം കുടിക്കാറില്ല.
ഈ ആദ്യ രാത്രിക്കൊക്കെ പാല് കുടിക്കുന്ന അതേ scene. ശരിക്കും പറഞ്ഞാൽ ഈ ചോദിച്ചു പോവാം എന്ന് ഈ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് കുറച്ച് മധുരം വേണം തോന്നുന്നു. അപ്പൊ ഞങ്ങള് അപ്പുറത്ത് രതീഷില് ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് വേണ്ട എന്നെ പഴംപൊരി ജീവനോട് വീട്ടിൽ നല്ല മധുരമുള്ള ഒരു പഴംപൊരി പൈന കൊടുത്തിട്ട് വരാം. എന്താ? ഓക്കെ. എന്താ മോളെ 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 ഹലോ എന്തുപറ്റി? മോളെ കാണാനില്ല. മോളെ മോളെ കാണാനില്ല ചങ്ങായി. ഇരിപ്പേ എന്റെ മുറിയിൽ എങ്ങാനും ദ്രാവിഡ സച്ചിനായിട്ടുള്ള പ്രശ്നത്തിൽ നമുക്ക് അവിടെ ഓടണം. പൈസ കാണാണ്ട് പോയത്? പൈസ ഒന്നല്ല, എന്റെ മോളെ കാണാണ്ട് പോയതാ. മോളെ കാണാണ്ട് പോയെന്നോ? എന്ത് വർത്താനേ പറഞ്ഞ മോളെ കാണാണ്ട് പോയെന്ന്? എന്നൊരു കാര്യം ചെയ്യും, അവൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിണ്ടാവും. 4 സൈഡിലേക്ക് നമ്മുടെ ടീമുകൾ പിടിച്ചിട്ട് അവളെ പിടിച്ചോണ്ട് പോയിട്ട് എന്റെ അവരുടെ കല്യാണം നടത്തും. നീ എന്ത് വർത്താനാ പറഞ്ഞത്? വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ വീണ്ടും നീ എന്തിനാ കെട്ടണത്? എന്റെ അച്ഛ വിശന്നിരിക്കുമ്പോ ബിരിയാണി തന്നെ തിന്നണമെന്ന് വാശി പിടിക്കല്ലേ. പഴങ്കഞ്ഞിയാണെങ്കിലും കുടിക്കണം, മുഖം അങ്ങനെ തൂത്താ മതി. ചന്ദ്രൻപിള്ളേ, ഈ അവസരത്തിൽ ചോദിക്കാമോ പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. ഇന്നും ഉണ്ടെന്ന് ആ ഫ്രിഡ്ജ് സെക്കൻഡ് ഹാൻഡ് വിലക്ക് കൊടുക്കണ്ട. കത്തെടുത്തിട്ട് കുത്തുക. അയ്യോ അച്ഛാ, ദേവക്കടെ കല്യാണം നടന്നത് ലൈവ് വന്നേക്കണത്. വേറൊരുത്തനായിട്ട് കല്യാണം നടന്നു ലൈവ് വന്നേക്കണത് കണ്ടോ? അയ്യോ എന്തൊക്കെ പ്രതീക്ഷയാണ്. ജാതകം പഞ്ചാംഗം ഇതൊക്കെ നോക്കിയിട്ട് തോളെ നല്ല രീതിയിൽ കല്യാണം കഴിയുന്നില്ല പറഞ്ഞത്. അതെ, ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരുടെ ജാതകവും പഞ്ചാംഗവും ഒന്നും അല്ല നോക്കേണ്ടത്. ആദ്യം അവരുടെ മൊബൈലിൽ എത്ര ഫേസ്ബുക്ക് അക്കൗണ്ട്, എത്ര വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അതന്വേഷിക്കണം. അതാണ് വേണ്ടത്. അച്ഛനെന്നെ എവിടെ കൊണ്ടുപോണേ? പെണ്ണ് കാണിക്കാൻ. പെണ്ണ് കാണിക്കാൻ ഞണ്ട് പോണേ പോണേ. നിന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ Welcome back to Funny Nights with Pearly Mani, co-presented by Swayamvara Silks and Kylie Jewelers. നമിത, ചേട്ടാ, നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫാൻസ്. പുരുഷനെ അനുഗ്രഹിക്കണം, ഇതാണ് നമ്മുടെ സെഗ്മെന്റ് പേര്. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, നമിത അഭിനയിച്ച 5 സിനിമകളുടെ പേര് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഉണ്ടാവും. അതേപോലെ തന്നെ പക്രു ചേട്ടൻ അഭിനയിച്ച് 5 മലയാള സിനിമകളുടെ പേര് ആ ബോർഡിൽ നമിതയ്ക്ക് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ഫസ്റ്റ് അക്ഷരം ഉണ്ടാവും, പിന്നെ ഡാഷ് 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 ലാസ്റ്റ് അക്ഷരം. ഫോർ എക്സാമ്പിൾ C-T എന്താണ്? ക്യാറ്റ്. കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്, നീ മനസ്സിലായി? അവൻ കണ്ടില്ല, മുഖത്ത് സന്തോഷം കണ്ടില്ലേ? അച്ചാർ പടി ഹേ. അച്ചാർ പടി ഹേ. ബഹുത് അച്ചാർ പടി ഹേ. അപ്പൊ കുറെ അച്ചാർ കഴിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. One, two, three, start. ഫസ്റ്റ് എഴുതണം. ഇത് അവരുടെ ഒന്നും നോക്കണ്ട. ആദ്യം എഴുതി തീർക്കുന്ന ആൾക്കാർക്കുണ്ടോ സമ്മാനം കിട്ടും. ആദ്യം എഴുതി തീർക്കുന്ന ആള് ജയിക്കും, മറ്റേ ആൾക്ക് പണി കിട്ടും. സംഭവം ഒരേ മുഖല്ലേ മറ്റേ താഴത്തെ എഴുതണ്ടോ? പുണ്യാളൻ അഗർബത്തീസ് അവിടെ ഒരു സീണ്ട് ഭയങ്കര ഇത് സൂപ്പർ ഫാസ്റ്റ് പോലെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. അത്ഭുത ദ്വീപ്. ഓക്കെ, ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യോ നിക്കറില്ല. എന്താ നിക്ക? ഇവര് 4 എഴുതി, ഞങ്ങള് കഴിഞ്ഞെഴുതി, ഇവര് 5 എഴുതി. അപ്പൊ ഇവര് ജയിച്ചു. പെട്ടെന്ന് എഴുതി തീർത്താ അവര് ജയിച്ചു. എങ്കിലും അവർക്കൊന്ന് സമയം കൊടുക്കുക, അവർ എഴുതട്ടെ. നിങ്ങൾ അവർക്കൊരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറ്റിയതാ. അയ്യോ വീണു പേപ്പർ. എഴുതേണ്ടത് വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്, അടുത്തതാണ് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആ രണ്ടും ഒരു. അപ്പൊ തിരിഞ്ഞുപോയി എഴുതിയത്. എന്തായാലും ഇവർ തോറ്റിരിക്കുന്നു. ഗോകുൽ, സൂപ്പർ. നിനക്ക് സമയമുണ്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിന്നാനായിട്ട്? എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിച്ചു വിടാൻ പാടുള്ളൂ. അതെ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പണിഷ്മെന്റ് ചൂസ് ചെയ്തോളൂ. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, നമുക്ക് തരിക.
ചെറിയൊരു സാധനമാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? മോഹൻലാൽ. മോഹൻലാൽ. അവനുള്ള പണി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. മിമിക്രി കാണിക്കണം. അവൻ എന്തിന്റെയൊക്കെ ശബ്ദം എടുക്കണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ ടീമിൽ ഇത് പണിഷ്മെന്റ് ആണ്. അപ്പൊ അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ. ബൈ ദ വേ, ഇത് ചെയ്യേണ്ടത് ആരാന്നറിയോ? നിങ്ങൾ എല്ലാരും വൈകും പാവ ഈ ഫാൻ ആണ് ചെയ്യേണ്ടത്. പക്ഷെ അല്ല, തോറ്റ ടീമിന്റെ ഓണർ ആരാ? അപ്പൊ ഇതാരാ ചെയ്യേണ്ടത്? ഞാൻ മാത്രം. എന്തെങ്കിലും ഒരു മിമിക്രി കാണിച്ചു. പട്ടികളുടെയും പൂച്ചയുടെയും പിന്നെ എന്താ, പട്ടിക്കും പൂച്ചയ്ക്കും ഒച്ച ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് പൂച്ച. ശരിക്കും അഭിനയിച്ച പൂച്ചയാണോ? ശരിക്കും അതിന് ഡബ് ചെയ്തത് നിങ്ങളാണോ? മതില് ചാടിയിട്ട് രക്ഷപ്പെട്ട പൂച്ചയുടെ ശബ്ദം. ഇത് പൂച്ച, ഇത് മതില്. പൂച്ച ചാടുന്നു. 1 2 ഡബിങ് കൊടുക്കും. 1 2 3. പോയി. അത് കലക്കി കളഞ്ഞോ? എനിക്ക് ഡോഗ് ഉണ്ട് വീട്ടില്. ഞങ്ങള് കൂടുതൽ തന്നെയാണ് വളരുന്നത്. അപ്പൊ അവരായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇറിറ്റേഷൻ വരുന്ന ഒരു സൗണ്ട് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ അവനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് അവർക്ക് ഭയങ്കര സങ്കടമാ ആ സൗണ്ട് കേൾപ്പിക്കുമ്പോ. ഇതേ സൗണ്ട് അവരുണ്ടാക്കും. പട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടോ? അത് ശരിക്കും അത് ഭയങ്കര എനിക്ക് തന്നെ സങ്കടം വരുന്ന. എനിക്ക് അങ്ങനെ വരുന്നേ കൊണ്ടു ഈ പട്ടിക്ക് കൊണ്ടു. അല്ല, എനിക്ക് പേളിക്ക് കൊണ്ടു. ഇനി എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ? ഒരു കുഞ്ഞുവാവ കരയുന്ന ഒച്ചയോ അങ്ങനെ വല്ലതും? അത് വേണം ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കരഞ്ഞു കാണിച്ചു. ഓക്കെ. കൊച്ചു ജനിച്ചത് ആൺകുഞ്ഞ്. അയ്യടാ, ഒരു ക്യൂട്ട് കുട്ടി. സോ താങ്ക് യു സോ മച്ച് ഗോകുൽ ആൻഡ് മനു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിതം തന്നെയായെന്ന് പറയാലോ. ഇവർക്ക് വേണ്ടി ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഇത് ആലൻ സ്കോട്ട് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ്. യെസ്, ഇതെന്താണ്? അതായത് ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവരെ കാണണം തോന്നുകയാണെങ്കിൽ, നമിതയുടെ ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും ആ മുഖം കാണാൻ പറ്റും. പക്രുചേട്ടന്റെ ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും മുഖം കാണാൻ പറ്റും. നിങ്ങളുടെ ബെഡിന്റെ സൈഡിൽ തന്നെ കൊണ്ടുവയ്ക്കണം. സോ ഇത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, ഒരു ചെറിയൊരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എനിക്ക് മമ്മിയുടെ പ്രസൻസിൽ ഒരു പാട്ട് പാടിയ കൊള്ളാം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇത് ഞങ്ങളുടെയും കൂടെ ആഗ്രഹം അല്ലേ? ഏത് പാട്ടാ? 1000 കണ്ണുമായി. എനിക്ക് തോന്നുന്നു അത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അതെങ്ങനെ അറിയാം? ഫേവറേറ്റ് സോങ് ആണെന്ന് അറിയില്ല. ടെലിപ്പതി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. സത്യത്തിൽ 1000 അല്ല 10000 അല്ലേ? സോ സ്വീറ്റ്. എനിക്കൊന്നും പറയാനില്ല. എന്നാ ഞാനൊന്നും നീ പാടാൻ പിന്നെ നന്നായി പാടി. ശരിക്കും ഈ പാട്ടിന് 2 അർത്ഥമുണ്ട്. ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഭയങ്കര സ്നേഹമാണ് ആ പാട്ടിന്. അതുപോലെ തന്നെ വിരഹവും ഉണ്ട്. അതെ, പാടിക്കോ, നിന്റെ പാട്ട് പാടിക്കോ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം,
മുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരിക്കൊളുത്താം ഇനിയുമീ വനികയിൽ ഇളവേൽക്കാൻ മോഹമായി. എടാ മോനെ, എന്താടാ അതൊക്കെ? അല്ല ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ഫാനായിട്ട് വന്നു, ഇനി കുറെ ഫാൻസ് ആയിട്ടാ പോകുന്നത്. അല്ല ഞാൻ ഒരു കാര്യം പറയാം, സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. മനു പാടിയപ്പം നമിത പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ഈ പാട്ട്. സത്യസന്ധമായി പറഞ്ഞാണ്, ഒരിക്കലും ഞാൻ പറഞ്ഞല്ല. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നമ്മൾ എല്ലാവരും. താങ്ക് യു സോ മച്ച്. മിമിക്രി നമിതയെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ? 2 ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമോ? ഏതാ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു ചെറിയ 2 ഐറ്റം. സിമ്പിൾ ആയിട്ടൊരു സാധനം ഞാൻ ചെയ്യാം. കോഴി അങ്ങനെയല്ല, കോഴി കൂവുന്നത് വേണേ. കുറച്ച് തൊണ്ടയിലൊരു കിച്ചുണ്ട്. സാരില്ല, കിച്ചുള്ള കോഴിയാന്ന് പറഞ്ഞത്. ഞാനെന്താ ക്ലാപ്പ് ചെയ്യാത്തെ? അവർക്ക് മനസ്സിലായില്ല കോഴിയാന്ന്. ജനിച്ച കോഴിയാണ്. ഇനി രാവിലെ കൂവുന്ന കോഴിനൊന്നും രാവിലെ അത് എഴുന്നേക്കുന്നില്ല. ഇന്നത് ഉറങ്ങിപ്പോയി. ഓക്കെ, വേണമെങ്കിൽ പട്ടി ആയാലോ? പട്ടിയോ? ഇത് കുഞ്ഞു പട്ടിയാണോ? വലുത് മതി. ഭയങ്കര പേടിച്ചോളാം ഞങ്ങൾ രണ്ടുപേരും. വലിയ പട്ടി. എന്തായാലും ഫണ്ണി നൈറ്റ്സിന് എല്ലാ ആശംസകളും. ഗംഭീരമാവട്ടെ. ഒരുപാട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ പോലെ തന്നെയുള്ള കലാകാരന്മാരും കലാകാരികളൊക്കെ വരട്ടെ. അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് വളരെ കുറവാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇങ്ങനത്തെ ഫാൻ സെക്ഷൻസ്, ഇങ്ങനത്തെ ഇന്ററാക്റ്റീവ് സെഷൻസ്, ഇതൊക്കെ ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കുക. ഭയങ്കര എന്താ പറയാ, എനർജി ഉണ്ട് ഇതിന്. താങ്ക് യു സോ മച്ച് നമിത. താങ്ക് യു സോ മച്ച് പക്കുചേട്ടാ. അപ്പൊ ഞങ്ങൾ പോവാണേ. ദിസ് ഇസ് സ്വയംവര സിൽക്സ് ആൻഡ് കൈലി ജ്വല്ലേഴ്സ് പ്രസൻസ് ഫണ്ണി നൈറ്റ്സ് വിത്ത് പലിമാനി.